NSS നേതൃത്വത്തിനെതിരെ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ്. മന്നം സമാധിയിൽ പുഷ്പാർച്ചന അനുവദിക്കാത്ത അനുഭവമുണ്ടായെന്ന CV ആനന്ദബോസ് എല്ലാ നായന്മാർക്കും അവകാശപ്പെട്ടതാണ് മന്നത്ത് സ്മാരകമെന്നും ഒരാൾക്ക് മാത്രമാണോ കുത്തക അവകാശമെന്നും ആനന്ദബോസ് ചോദിച്ചു. എനിക്ക് വെസ്റ്റ് ബംഗാളിൻ്റെ ഗവർണറായി ചുമതലയെടുക്കുന്നതിന് മുൻപ് മന്നത്താചാര്യൻ്റെ സമാധിക്ക് മുമ്പിൽ പുഷ്പാഞ്ജലി നടത്തണമെന്ന്, പുഷ്പാർച്ചന നടത്തണമെന്ന് എനിക്ക് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടി. NSSൻ്റെ ജനറൽ സെക്രട്ടറിയുമായി ഞാനവിടെ ചെന്നു. അദ്ദേഹം എൻ്റെ കാറിൻ്റെ അടുത്ത് വന്ന് കാറിൻ്റെ ഡോറൊക്കെ തുറന്ന് സ്വീകരിച്ചു. എനിക്ക് ചായ തന്നു, എന്നോട് സംസാരിച്ചു. കാറിൽ കയറ്റി തിരികെ അയക്കുകയും ചെയ്തു. സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അവകാശമില്ലേ? ഈ നായർ സമുദായത്തിൽ പിറന്ന ഓരോരുത്തരും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും മന്നത്താചാര്യൻ്റെ സമാധിയിൽ പോയി പുഷ്പാർച്ചന നടത്തേണ്ടതല്ലേ? നമ്മുടെ അവകാശമല്ലേ? അത് കാരണവന്മാരെ ബഹുമാനിക്കുക. ഇത് ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രം കുത്തക അവകാശമാണോ? ഗേറ്റ് കീപ്പേഴ്സ്, അവരെ കാണാനല്ല ജനങ്ങൾ വരുന്നത്. ഞാൻ പിന്നെ വരുന്ന NSSൽ പോകുന്നത് ഇപ്പോഴുള്ളവരെ കാണാനല്ല, അവരെ ബഹുമാനിക്കുന്ന സത്യമാണ്. പക്ഷേ മന്നത്താചാര്യന് ആദരവർപ്പിക്കാനാണ്. അതിനുള്ളൊരു അവസരം കിട്ടുന്നില്ലെന്ന് സങ്കടപൂർവ്വം പറയുകയാണ്. ഇന്ദ്രപ്രസ്ഥത്തിൽ ഭാരത കേസരി മന്നത്താചാര്യൻ്റെ ഒരു സ്മരണിക തീർക്കണം, ഒരു സ്മാരകമുണ്ടാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. വിഷ്ണു തലവർച്ചയായിരിക്കുകയാണ്. വിഷ്ണു, രൂക്ഷമായ പ്രതികരണമാണ് CV ആനന്ദബോസിൽ നിന്നും ഉണ്ടാകുന്നത്. അതിന്റെ സാഹചര്യവും അദ്ദേഹം വിശദീകരിക്കുന്നു. എങ്ങനെയാണ് സമഗ്രമായ വിവരങ്ങൾ? അസദ, കഴിഞ്ഞ ദിവസമാണ് മന്നം ജയന്തിയോട് അനുബന്ധിച്ചുള്ള അനുസ്മരണ ചടങ്ങ് ദില്ലി ഘടകം NSSൻ്റെ ദില്ലി ഘടകം ഇവിടെ നടത്തിയത്. അപ്പോൾ ആ ഒരു ചടങ്ങിലാണ് NSS നേതൃത്വത്തിനെതിരെ വലിയൊരു വിമർശനം ഇപ്പോൾ പശ്ചിമ ബംഗാൾ ഗവർണറായിട്ടുള്ള CV ആനന്ദബോസ് ഉന്നയിച്ചിരിക്കുന്നത്. 3 വർഷം മുന്നെയാണ് ആനന്ദബോസ് ഗവർണറായി ചുമതലയേൽക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഗവർണറായി ചുമതല ഏൽക്കുന്നതിന് മുന്നേ പെരുന്നയിലേക്ക് NSS ആസ്ഥാനത്തിലേക്ക് എത്തി മന്നത്ത് പത്മനാഭൻ ഒരു പുഷ്പാർച്ചന നടത്തണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അത്തരത്തിലാണ് ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് താൻ അങ്ങോട്ടേക്ക് പെരുന്നയിലേക്ക് എത്തുന്നത്. പക്ഷേ അവിടെ വെച്ച് തനിക്ക് ഒരു അവഗണന നേരിട്ടു എന്നതാണ്. അതായത് ഈ ഒരു മന്നത്ത് പത്മനാഭന് പുഷ്പാർച്ചന നടത്താൻ തനിക്ക് കഴിഞ്ഞില്ല. അത്തരത്തിലൊരു അവഗണനയാണ് തനിക്കവിടെ നേരിടേണ്ടി വന്നത്. അത് ജനറൽ സെക്രട്ടറി തന്നെ കാറിൽ നിന്ന് വന്ന് ക്ഷണിച്ച് അകത്തേക്ക് കൊണ്ടുപോയി സംസാരിച്ചു. പിന്നീട് ചായ കുടിച്ച് തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. അതിനപ്പുറത്തേക്ക് ഒരു പുഷ്പാർച്ചന നടത്താനുള്ള ഒരു അവസരം നൽകിയില്ല എന്നൊരു വിമർശനമാണ് ഇപ്പോൾ ആനന്ദബോസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ 3 വർഷം മുന്നേ നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ആനന്ദബോസ് കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ വ്യക്തമാക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ ചില ചോദ്യങ്ങൾ കൂടി ആനന്ദബോസ് ചോദിക്കുന്നുണ്ട്. അതായത് മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തുക എന്നത് എല്ലാ നായർ സമുദായ അംഗങ്ങളുടെയും ഒരു അവകാശമല്ലേ? അതിനപ്പുറത്തേക്ക് ഒരാൾക്ക് മാത്രമായിട്ടുള്ളൊരു കുത്തകയാണോ ഇത്തരത്തിൽ പുഷ്പാർച്ചന നടത്താനുള്ള അവകാശം എന്നതടക്കമുള്ള ചില ചോദ്യങ്ങൾ കൂടി ഇപ്പോൾ CV ആനന്ദബോസ് പശ്ചിമ ബംഗാൾ ഗവർണർ ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ദില്ലി ഘടകത്തോട് കഴിഞ്ഞ ദിവസം ഒരു അഭ്യർത്ഥന നടത്തിയത് ഇത്തരത്തിൽ ദില്ലിയിൽ മന്നത്ത് പത്മനാഭൻ്റെ ഒരു സ്മാരകം പണിയണമെന്നും അതിലേക്ക് തൻ്റെ 1 മാസത്തെ ശമ്പളം താൻ അതിലേക്ക് സംഭാവന നൽകുമെന്നും കഴിഞ്ഞ ദിവസം എന്തായാലും CV ആനന്ദബോസ് പറഞ്ഞിട്ടുണ്ട്. അസിത, ശരി, വിഷ്ണു തലവൂറാണ് വിവരങ്ങൾ നൽകിയത്.